രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ. അത് രണ്ടും രാഹുലാണ്. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒന്ന് രാഹുൽ ഈശ്വറുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിൽ, ആദ്യത്തെ കേസിൽ ഈ മാസം 15 വരെ അതിൻ്റെ മുൻകൂർ ജാമ്യം അല്ലെങ്കിൽ ജാമ്യം പരിഗണിക്കുന്നത് വരെ, ഹൈക്കോടതി പരിഗണിക്കുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ കേസിൽ ഈ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസിൽ നിലവിൽ അത് പരിഗണിക്കുന്നത്, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളെയാണ്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് അത് പരിഗണിക്കുന്നത്. പക്ഷേ അതിൻ്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ടാമത്തെ കേസിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും ഈ അതിജീവിതയുടെ, ഈ പെൺകുട്ടിയുടെ മൊഴി ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥ കൂടിയായിട്ടുള്ള പൂങ്കുഴലി ഇന്നലെ ഈ പെൺകുട്ടിയെ സമീപിച്ചിരുന്നു. ഇന്ന് മൊഴി രേഖപ്പെടുത്താൻ പെൺകുട്ടി തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മൊഴി രേഖപ്പെടുത്തി നാളെ കോടതി റിപ്പോർട്ട് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ട്, അതായത് പോലീസ് സമർപ്പിക്കുന്ന റിപ്പോർട്ട് കൂടി കേട്ട ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ രണ്ടാമത്തെ കേസിൽ കോടതി പരിഗണിക്കുക. 15 വരെയും ആദ്യ കേസിൽ ആശ്വാസമുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസിൽ രാഹുലിന് നാളെ അതിനിർണായകമാണ്. ഒപ്പം തന്നെ ഇന്ന് 10ാമത്തെ ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒളിവിലാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ പെൺകുട്ടിയെ അവഹേളിച്ച കേസിൽ ഇന്നലെ രാഹുൽ ഈശ്വറിനെതിരെ രൂക്ഷമായ പരാമർശമായിരുന്നു കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അവിടെ ഫാസ്റ്റ് ട്രാക്ക് കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ മാസം 10-ാം തീയതി, അതായത് ജാമ്യാപേക്ഷ തള്ളിയെന്ന് മാത്രമല്ല, രാഹുൽ ഈശ്വർ നൽകിയ ജാമ്യാപേക്ഷ തള്ളിയെന്ന് മാത്രമല്ല, ഈ മാസം 10-ാം തീയതി പ്രൊഡക്ഷൻ വാറണ്ട് കൂടി കോടതി നൽകിയിട്ടുണ്ട്. ഇന്നലെ കോടതിയുടെ ഭാഗത്ത് കിട്ടിയ തിരിച്ചടിയുടെ ഭാഗമായി തന്നെയായിരുന്നു രാഹുൽ ഈശ്വർ നടത്തി വന്നിരുന്ന നിരാഹാരം അവസാനിപ്പിച്ചു. ഇന്നലെ പ്രോസിക്യൂഷൻ രാഹുൽ ഈശ്വറിനെതിരെ പ്രധാനപ്പെട്ട ചില വാദങ്ങൾ നിർത്തിയത് അന്വേഷണവുമായി സഹകരിക്കുന്നതിനൊപ്പം തന്നെ ഈ അതിജീവിതയുടെ വിവരങ്ങൾ, FIR-ലടക്കമുള്ള വിവരങ്ങൾ അത് പൊതുരേഖ എന്ന രീതിയിൽ പരസ്യപ്പെടുത്തി അടക്കമുള്ള വിവരങ്ങളാണ് ഇന്നലെ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. അങ്ങനെ കോടതിയുടെ ഭാഗത്ത് നിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. ഇന്ന് ഹൈക്കോടതിയെ ജാമ്യാപേക്ഷ ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ സമീപിക്കുമെന്ന വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്.